നാരങ്ങ അച്ചാർ ഇടാവേ. ഇഡ്ഡലി കുട്ടത്ത് വെച്ച് ആവി കയറ്റിയെടുക്കണേ. ചെറുതായി അരിഞ്ഞെടുക്കണേ. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. നാരങ്ങയിൽ ഒരുപാട് ഉപ്പ് ആവശ്യമുണ്ട്. ഇതിൽ വെള്ളം വരരുത് കേട്ടോ, അല്ലെങ്കിൽ പൂക്കും നാരങ്ങ. കൈ വെച്ച് നല്ലതുപോലെ ഇത് ഞെവിടി എടുക്കണേ. ഈ നാരങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇച്ചിരി കരിയാപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഞെവിടി എടുക്കണേ. ചീനിച്ചട്ടി വെച്ച് നമുക്ക് ഇതിൽ നല്ലെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് അതിനകത്ത് ചേർക്കണം. എണ്ണ ചൂടായി കടുകിടാൻ കരിയാപ്പില ചേർക്കാം. കൊച്ചുള്ളി, അല്പം ഇഞ്ചി ചേർത്ത് ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. കായക്കട്ട ഉണ്ടെങ്കിൽ അതിനകത്ത് അല്പം കായക്കട്ടയും കൂടെ ഇടാം. പൊടിയുള്ളവരാണെങ്കിൽ അവസാനം ചേർത്താൽ മതി. മൂത്ത് വരുന്നുണ്ട്. അതിനകത്ത് മുളക് പൊടി ചേർക്കാം. 2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. എരിയില്ലാത്ത നല്ലതുപോലെ അത് വഴറ്റി നമുക്കിനി അരിഞ്ഞ് വെച്ച ആ നാരങ്ങ ഇതിനകത്ത് ചേർക്കാം. നല്ല കുഴമ്പ് രൂപത്തിൽ നാരങ്ങ എവിടെയൊക്കെ ഇരിക്കുന്നതല്ലോ. ഇതിനിപ്പം നല്ല ഇളക്കി കൊടുക്കും. എല്ലാവരും വിനാഗിരി ചേർക്കും, പക്ഷെ ഞാൻ വിനാഗിരി ചേർക്കത്തില്ല കേട്ടോ. നല്ല കുഴമ്പ് രൂപത്തിൽ വരികയും ചെയ്യും. കുറച്ച് നേരം ആ തീയിലിട്ട് ഒന്ന് ഇളക്കുമ്പോൾ അത് പൂക്കത്തില്ല. അത് നല്ലതുപോലെ കുറച്ച് ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇച്ചിരി കരിയാപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ടേ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണേ.